വന്ദേ ഭാരത് ട്രെയിനിന്റെ സമയക്രമമായി രാവിലെ 5:20 തിരുവനന്തപുരത്ത് നിന്നും തിരിക്കുന്ന ട്രെയിൻ 2064 എന്ന നമ്പറുള്ള വന്ദേ ഭാരത് ഉച്ചയ്ക്ക് 1:25 കാസർഗോഡെത്തും. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന നമ്പർ 20633 എന്ന ട്രെയിൻ ഉച്ചയ്ക്ക് 2:30 കാസർഗോഡ് നിന്ന് യാത്ര തുടങ്ങി രാത്രി 10:35 തിരുവനന്തപുരത്തെത്തും. റണ്ണിംഗ് ടൈം 8 മണിക്കൂർ 5 മിനിറ്റാണ്. വ്യാഴാഴ്ചകളിൽ സർവീസ് ഉണ്ടാകില്ല. അതേസമയം വന്ദേ ഭാരത് എക്സ്പ്രസിന് ഷൊർണൂരിൽ സ്റ്റോപ്പ് അനുവദിച്ചു. ഈ വന്ദേ ഭാരത് എക്സ്പ്രസ് തിരുവനന്തപുരത്ത് കാസർഗോഡ് പോകുമ്പോഴും കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വരുമ്പോഴും സ്വാഭാവികമായിട്ടും എവിടെയും ഒരു വണ്ടിയും പിടിച്ചിടുന്നില്ല. ഒരു തീവണ്ടിയിലെയും യാത്രക്കാർക്ക് ഈ വന്ദേ ഭാരത് എക്സ്പ്രസ് ഓടുന്നതിലൂടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല. ജനങ്ങൾക്ക് സുഖകരമായ സുരക്ഷിതമായ ഏറ്റവും വേഗതയിലുള്ള യാത്ര വന്ദേ ഭാരത് എക്സ്പ്രസ് ഉറപ്പുവരുത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിവരങ്ങളുമായി നന്ദകുമാറാണ് ചേരുന്നത്. നന്ദൻ, ഈ ടൈമിംഗ് സംബന്ധിച്ച് വലിയ താല്പര്യമുണ്ടായിരുന്നു പൊതുജനങ്ങൾക്ക്. എങ്കിലും ഈ സൗകര്യപ്രദമായിട്ടുള്ള ടൈമിംഗ് ആയിട്ടാണോ ജനങ്ങളുടെ ഒരു പ്രതികരണം? തീർച്ചയായും എഴുതുമ്പോൾ, കാരണം രാവിലെ ആരംഭിക്കുന്ന ഈ ഒരു ട്രെയിൻ 8 മണിക്കൂർ 5 മിനിറ്റ് കൊണ്ട് കാസർഗോഡ് എത്തുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ റെയിൽവേ അതിന്റെ ടൈം ടേബിൾ ക്രമീകരിച്ചിട്ടുള്ളത്. എന്തായാലും ടൈം ടേബിൾ ഇതിന്റെ സമയം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇതിന്റെ ഫെയർ അടക്കമുള്ള കാര്യങ്ങൾ, തുക അടക്കമുള്ള കാര്യങ്ങൾ ഇനി ഔദ്യോഗികമായി പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും സമയം ജനങ്ങളുടെ ഒക്കെ തന്നെ ഒരു ആവശ്യപ്രകാരം, അതോടൊപ്പം തന്നെ പാസഞ്ചേഴ്സ് അസോസിയേഷന്റെ പാസഞ്ചേഴ്സ് അമ്യൂണിറ്റി അസോസിയേഷൻ കമ്മിറ്റിയുടെ ഒക്കെ തന്നെ ആവശ്യപ്രകാരമുള്ള ഒരു സമയം, നേരത്തെ ട്രയൽ റൺ നടത്തിയ സമയത്തേക്കാൾ ഒരു 10 മിനിറ്റ് വ്യത്യാസത്തിൽ സമയമാണ് ഇപ്പോൾ വന്ദേ ഭാരതിന്റെ സമയക്രമം നിശ്ചയിച്ചിട്ടുള്ളത്. ആദ്യ ട്രയൽ റൺ നടത്തിയപ്പോൾ 5:10 തിരുവനന്തപുരത്ത് നിന്ന് വന്ദേ ഭാരത് എക്സ്പ്രസ് യാത്ര തിരിച്ചത്. പക്ഷേ അതിനുശേഷം രണ്ടാം ട്രയൽ റൺ എത്തിയപ്പോൾ അത് 5:20 മാറി. അങ്ങനെ ആ 5:20 സമയമാണ് ഇപ്പോൾ ഔദ്യോഗികമായി വന്ദേ ഭാരത് എക്സ്പ്രസിനെ ഇപ്പോൾ റെയിൽവേ ഇപ്പോൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, രാവിലെ 5:20 തിരുവനന്തപുരത്ത് നിന്ന് തിരിക്കുന്ന ട്രെയിൻ ഏകദേശം 47 മിനിറ്റ് കൊണ്ടാണ് കൊല്ലത്തെത്തുന്നതായിട്ടുള്ള ഒരു ടൈം ടേബിൾ ആണ് ഇപ്പോൾ റെയിൽവേ പുറത്തിറക്കിയിട്ടുള്ളത്. നമുക്കറിയാം, ഈ ട്രയൽ റൺ നടത്തിയപ്പോഴൊക്കെ തന്നെ 50 മിനിറ്റ് എടുത്ത് ആണ് കൊല്ലത്തെത്തിയത്. എന്തായാലും 47 മിനിറ്റ് കൊണ്ട് കൊല്ലത്തെത്തുന്ന രീതിയിലാണ് ഇപ്പോൾ ഷെഡ്യൂൾ ക്രമീകരിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, 2 മണിക്കൂർ 5 മിനിറ്റ് കൊണ്ട് കോട്ടയത്തും 2 മണിക്കൂർ 57 മിനിറ്റ് കൊണ്ട് എറണാകുളത്തും എത്തും. തൃശൂരിൽ 4 മണിക്കൂർ 2 മിനിറ്റ് കൊണ്ടും ഷൊർണൂരിൽ 4 മണിക്കൂർ 40 മിനിറ്റ് കൊണ്ടുമാണ് എത്തുക. കോഴിക്കോട് 5 മണിക്കൂർ 43 മിനിറ്റ് കൊണ്ടും കണ്ണൂരിൽ 6 മണിക്കൂർ 43 മിനിറ്റ് കൊണ്ടും കാസർഗോഡ് 8 മണിക്കൂർ 5 മിനിറ്റ് കൊണ്ടും എത്തുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഒരു ടൈം ടേബിൾ ക്രമീകരിച്ചിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, തിരൂരിലെ സ്റ്റോപ്പ് ഒഴിവാക്കി ഇപ്പോൾ ഷൊർണൂരിൽ സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുകയാണ്. കാരണം റെയിൽവേ സംബന്ധിച്ചിടത്തോളം വന്ദേ ഭാരത് എക്സ്പ്രസിൽ കൂടുതൽ യാത്രക്കാർ കയറണമെന്നൊരു ആവശ്യം അത് റെയിൽവേക്കും അതോടൊപ്പം തന്നെ കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിനും ഒക്കെ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഷൊർണൂരിൽ തൃശൂർ, പാലക്കാട്, മലപ്പുറം ഒക്കെ അടങ്ങുന്ന ആ ഒരു ഷൊർണൂർ ഡിവിഷനിലേക്ക് ഈ ഒരു സ്റ്റോപ്പ് ഇപ്പോൾ അനുവദിച്ചിരിക്കുകയാണ്. വിവിധ കോണുകളിൽ നിന്ന് ഷൊർണൂരിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്ന ഒരു ആവശ്യവും നേരത്തെ തന്നെ മുന്നോട്ട് വച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തിരൂരിലെ സ്റ്റോപ്പ് ഒഴിവാക്കി ഇപ്പോൾ ഷൊർണൂരിൽ സ്റ്റോപ്പ് അനുവദിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം, ആഴ്ചയിൽ 6 ദിവസമാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് നടത്തുക. വ്യാഴാഴ്ചകളിൽ സർവീസ് ഉണ്ടാകില്ല എന്നും ഈ ഒരു ഷെഡ്യൂളിൽ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. എൽദോ. ശരി നന്ദകുമാർ. കൊച്ചി വാട്ടർ മെട്രോയുടെ ടിക്കറ്റ് നിരക്കുകൾ പ്രഖ്യാപിച്ചു. മിനിമം നിരക്ക് 20 രൂപയാണ്. ഹൈക്കോടതി വൈപ്പിൻ റൂട്ടിന് 20 രൂപ നൽകണം. വൈറ്റില കാക്കനാട് റൂട്ടിന് 30 രൂപയാണ് നിരക്ക്. പരമാവധി ടിക്കറ്റ് നിരക്ക് 40 രൂപയാണ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് യാത്രാ പാസുകൾക്ക് ഇളവുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രതിവാര പാസിന് 180 രൂപയും പ്രതിമാസ പാസിന് 600 രൂപയും ത്രൈമാസ പാസിന് 1500 രൂപയുമാണ് നിരക്ക്. ചൊവ്വാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വാട്ടർ മെട്രോ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത്.